ഇവിടെ ഒരു ശൈശവ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സമൂഹമല്ല നമ്മളുടേത്. അതായത് 18 വയസ്സിൽ താഴെ പ്രായമുള്ള പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കാൻ മാത്രം മണ്ടന്മാരല്ല ഇവിടുത്തെ ഇവിടുത്തെ ജനങ്ങൾ എന്നുള്ള കാര്യം പൊതുവിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ ഒരാളുടെ വിവാഹം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഫോർമാലിറ്റീസ് കീപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ വളരെ കൃത്യമായി നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കും. അതിനനുസരിച്ചുള്ള ഒരു നിയമ ഉപദേശവും നിർദ്ദേശവും എല്ലാ വധൂവരന്മാർക്കും ലഭിക്കാറുമുണ്ട് എന്നുള്ളതാണ്. കേരളം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരു സംസ്ഥാനമാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. എന്ന് വെച്ചാൽ ഒരു ഇന്റർകാസ്റ്റ് മാരേജ് ഇവിടെ നടക്കുന്നതിന് വലിയ നൂലാമാലകളൊന്നുമില്ല. അതിൽ ജാതി, മതം, ഈ പറയുന്ന കാര്യങ്ങളൊന്നും കേരളത്തിൽ വിവാഹത്തെ ഇന്ന് വരെ ബാധിക്കാത്തൊരു കാര്യമാണ്. ഒരു ഹിന്ദു പെൺകുട്ടിക്ക് ഒരു മുസ്ലിം യുവാവുമായി അടുപ്പമുണ്ട്, അപ്പോൾ അവർക്ക് വിവാഹിതരാവണം. ഇവിടെ കേരളത്തിൽ അതിന് നിയമ തടസ്സമൊന്നുമില്ല. അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ലല്ലോ. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് പല പേരുകളിട്ട് വിളിക്കും. അതിനെ ലവ് ജിഹാദ് എന്ന് വിളിക്കാം. അത് തന്നെ ഇനി അതല്ല, ഒരു താണ സമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് ഒരു ഉന്നത കുല ജാതയെയോ ഒന്നും വിവാഹം കഴിക്കാൻ പറ്റിയ നാടൊന്നും അല്ല മറ്റ് സംസ്ഥാനങ്ങൾ. ഇപ്പോഴും അവിടെ നമുക്കറിയാവുന്ന പോലെ പല ക്ഷേത്രങ്ങളിലും താണ സമുദായക്കാരൻ്റെ ക്ഷേത്രങ്ങളിലേക്ക് ഉന്നത സമുദായക്കാരൻ കയറാറില്ല. ഉന്നത സമുദായത്തിൻ്റെ ക്ഷേത്രത്തിലേക്ക് താണ സമുദായത്തിലുള്ളവൻ കയറിയാൽ അവനെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലും. അതിന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു ആചാരമാണ്. അതായത് ഉത്തരേന്ത്യൻ സമൂഹങ്ങളിൽ അല്ലെങ്കിൽ നാടുകളിൽ നിലനിൽക്കുന്ന ഒരു ആചാരമാണ്. എന്നാൽ അതുപോലെ ആവണം കേരളവും എന്ന് ചിന്തിക്കുന്ന, ശഠിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം ഇവിടെ കണ്ണൂർ ദന്തൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കുട്ടി മരിക്കുന്നു. അവൻ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവിടെയുള്ള ആൾക്കാരുടെ, അല്ലെങ്കിൽ അവിടുത്തെ ഡോക്ടർ റാം എന്ന് പറയുന്ന ഒരു അധ്യാപകന്റെ ക്രൂരമായ പീഡനം, എന്താ പറയുക, ബോഡി ഷെയ്മിങ്, അതോടൊപ്പം തന്നെ അവനെ ഒരു മനുഷ്യനാണ് എന്നുള്ള പരിഗണന, ഈ ഡിസ്ക്രിമിനേഷൻ എന്ന് നമ്മളെ ഈ ഡിസ്ക്രിമിനേഷൻ എന്ന് തന്നെ പറയേണ്ടി വരും. ഈ സാമുദായികമായ ദളിതന്മാരോട് തോന്നുന്ന, അല്ലെങ്കിൽ തൊലി കറുത്തവരോട് തോന്നുന്ന ഒരു അവജ്ഞയാണ് ശരിക്കും ഇത്തരം ആൾക്കാരെ ബോധമാണ് ഇത്തരം ആൾക്കാരെ മുന്നോട്ട് നയിക്കുന്നത്.